ഞാൻ ഇന്ന് ദിയ കൃഷ്ണയുടെയും അതുപോലെ തന്നെ മറ്റു പലരുടെയും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വന്റെ ഫാമിലിക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ദിയ കൃഷ്ണ കൊടുത്തിട്ടുണ്ട്. ആ പൈസ എങ്ങനെയെങ്കിലും ഇപ്പോഴും തിരിച്ചു വാങ്ങിക്കണം. അതായത് ഞാൻ ഫ്രീ തന്നതല്ല, ആ പൈസ എനിക്ക് തിരിച്ചു വേണം. അതിനു വേണ്ടിയിട്ട് ഇവരാദ്യം കണ്ടുപിടിച്ച മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തെറി പറയുന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വഴിയിൽ കാണുന്നവരെ അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകനെയും അങ്ങനെ പഠിപ്പിക്കത്തില്ല. ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത ഒരു സംഭവമാണ് ദിയ കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരിന്നേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും നല്ല കുട്ടി എന്നൊന്നും പറയാൻ പറ്റൂല. അതായത് കൃഷ്ണകുമാർ പല കാര്യങ്ങളും മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത്, ഭർത്താവിൻ്റെ വീട്ടുകാരോട് പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇവരുടേതും കയ്യിൽ നിന്ന് ആരും ഒന്നും വാങ്ങിക്കരുത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വിളിച്ചു പറഞ്ഞു എന്നും വരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കൊണ്ട് ഉയർത്തി നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് മരിക്കുമെന്ന് പറയുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആളും തരവും അറിഞ്ഞ് നിങ്ങൾ കളിക്കണം. ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ, അശ്വൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും അയാളുടെ കുടുംബവും എത്രമാത്രം മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നുപോയിട്ടുണ്ടാവുക. അതായത് ഇന്ന് വന്ന ഒരു സ്റ്റോറി പലരും റിയാക്ട് ചെയ്യുന്നത് കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന് ഞാൻ കുറേ എന്താ പറയേണ്ടത് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്, അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടു. അതേതായാലും ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ ഇതിനോടകം തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഒരു കുടുംബത്തിൻ്റെ മാനസിക വേദനയാണ്. അവരിന്ന് എല്ലാവരുടെ മുന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിരസ് കുഞ്ഞു പോയിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകനെ ഒരുപക്ഷെ തന്നെ മകനെ പറഞ്ഞു വിട്ടതിൻ്റെ പൈസയല്ലേ, അതായത് മകന് സ്ത്രീധനം കൊടുത്ത പൈസയല്ലേ എന്നുള്ള തരത്തിലാണ് നാട്ടുകാർ പറയുക. അത്രയേ പറയുള്ളൂ. നിന്റെ മകനെ അവളുടെ അടുത്തേക്ക് വിട്ടു, അവൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ട് നീ അവരെടുക്കുന്ന പൈസ വാങ്ങിച്ചോ എന്ന് അച്ഛനോടും അമ്മയോടും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല മക്കളെ. അതായത് ഇതെന്തോ ആ ചെറുക്കൻ ഇങ്ങനെ ഭയന്ന് വിറച്ച് അതിന് ഭക്ഷണത്തിൻ്റെ മുന്നിൽ പോലും അപമാനിച്ചപ്പോഴും ഈ ഒരു കാര്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോഴേ ദിയ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി അവരെ കുറേ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അഹങ്കാരത്തോട് കൂടിയിട്ട് ആ ഒരു കുടുംബത്തെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് വലിയില്ല, അവരൊക്കെ എൻ്റെ മുന്നിൽ പുഴുക്കളാണ്, എനിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ, അത് എന്ന് പറയുന്നത് എൻ്റെ മറ്റേ സിന്ധു അമ്മയാണ് എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുമ്പോഴേ ആ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദന പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു കമൻ്റാണ്. അതായത് ഈ അശ്വൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ രാജകുമാരനെ പോലെയാണ് വളർത്തിയത്. അത് അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇന്ന് കൂട്ടി വായിക്കുമ്പോഴെനിക്ക് മനസ്സിലാകുന്നു പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തൊക്കെയോ ദുഃഖങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ബന്ധുക്കൾ ആരെങ്കിലും ഇയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇയാൾക്ക് എന്തോ പറയാനുണ്ട്, അതൊക്കെ ഒന്ന് പറയിക്കണം. ഇല്ലെങ്കിൽ ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തലത്തിലേക്ക് പോകും. അയാളെ ഒന്ന് ആശ്വസിപ്പിക്കണം. അയാൾക്കൊരു തോള് കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും അയാൾ പൊട്ടിക്കരയും. അത്രത്തോളം മാനസിക വിഷമങ്ങൾ ആ മനുഷ്യനുള്ളിൽ വെക്കുന്നുണ്ട്. ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് കണ്ടെത്തിയ രഹസ്യങ്ങളൊന്നുമല്ല. ഇവരെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അതിൻ്റെ അകത്ത് റിയാക്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോഴും വന്നിട്ട് അനന്തുവിൻ്റെ വീട്ടിൽ വന്ന പോലെ പോലീസുകാർ വന്നിട്ട് ഇപ്പം ചിലപ്പോൾ വിട്ട് കളിയും, ചിലപ്പോൾ അയാളെ ഡിലേറ്റ് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിക്കുന്നതോ അല്ല, അവർ തന്നെ പുറത്തു വിടുന്നതാണ്. വേണമെങ്കിൽ ദിയ കൃഷ്ണയ്ക്ക് ഇത് പുറത്തു വിടാമായിരുന്നു. ഇപ്പം എൻ്റെ ഭാര്യ എൻ്റെ അച്ഛനെയും അമ്മയെയും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അത് വിളിച്ചു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും വിളിച്ചു പറയത്തുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെയൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ സംസ്കാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അഹങ്കാരമുള്ള ഫാമിലിയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കൃഷ്ണകുമാറിന് ഈയിടെയായിട്ട് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത് എവിടെയാണെന്ന് വെച്ചാൽ ആ ഹൻസിക കൊച്ച് കാണിച്ച കുറച്ച് തരികിട പരിപാടികളുണ്ട്. അതായത് തരികിടയിലൂടെയും ഞങ്ങൾ പൈസ ഉണ്ടാക്കും എന്ന് കാണിച്ചിട്ട് വേറെ ഒന്നുമല്ല, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടിയിലൂടെ കൃത്യമായിട്ട് വീർപ്പ് ഗണങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന പരിപാടി നമ്മളൊക്കെ കണ്ടതാണ്. ഇനി AI ആണ്, BI ആണ്, GUI ആണ് എന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട. നാട്ടുകാരെല്ലാവരും കണ്ട സാധനം തന്നെയാണ്. എന്തിനാടോ ഇങ്ങനെയുള്ള പൈസ?
അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലും നല്ലതെന്നറിയാം, നമുക്ക് വഴിയിലിറങ്ങിയിട്ട് വേണമെങ്കിൽ തെണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാം. ഓരോ ആൾക്കാരോട് ഓരോ ഉറുപ്പ്യ എനിക്ക് അയച്ചു തരൂ എന്ന് പറയാം. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അത്രയും ദാരിദ്ര്യമാണെങ്കിൽ എല്ലാവരും ഒരു 10 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ വരെ റെഡിയായിട്ട് നിൽക്കുമ്പോഴേ എന്തിനിങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ദിയാകൃഷ്ണയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കുടുംബത്തെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കടമയല്ലേ? അത് വിളിച്ചു പറയുമ്പോഴും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ വിലക്കെടുത്തതുപോലെയല്ലേ തോന്നുക? ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു സിനിമ ഇറങ്ങിയിനി, അതായത് ജയറാമിനെ തിലകൻ്റെ മകൾക്ക് സുനിത, അതായത് തിലകൻ പോയിട്ട് വിലക്ക് വാങ്ങിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എഞ്ചിനീയറിങ് കഴിഞ്ഞപാട് തൻ്റെ മകൾക്ക് ഈ വെറും മനോരമ വീക്കിലി മാത്രം വായിച്ചു പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സ്വപ്നത്തിൽ കിടക്കുന്ന തൻ്റെ മകൾക്ക് ഒരു ചെറുക്കനെ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണയ്ക്കെതിരെ ഒന്നും മിണ്ടാതെ ഈ പയ്യൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയായിരിക്കാം, ആ അമ്മയ്ക്കും അച്ഛനും ബിസിനസ്സിൽ കൊടുത്ത പൈസയായിരിക്കാം. കാരണം അവരിപ്പോഴും വലിയ അബദ്ധമാണ് കാണിച്ചത് എന്ന് ഇപ്പോഴവർക്ക് തോന്നുന്നുണ്ടാകും. ആ പൈസ വാങ്ങിച്ചത് കൊണ്ട് തൻ്റെ മകന് അവിടെ പോയിട്ട് കുനിഞ്ഞ് ഇതുപോലെ ശിരസ് കുനിഞ്ഞിരിക്കേണ്ടി വന്നില്ലേ? എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയോ? ഇപ്പോഴല്ലേ ഞാൻ ആലോചിക്കുന്നത്, ആ കുടുംബത്തിൽ എന്ന് പറഞ്ഞ വലിയ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. അതായത് ആ ചെറുക്കൻ ശരിക്കും പറഞ്ഞാൽ സന്തോഷവാനല്ലടോ. അതാണ് നിങ്ങളുടെ മനസ്സിൽ. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ സന്തോഷവാനാണെന്ന് അവൻ പറയും, അവൻ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മൾക്കിപ്പോൾ ഇവരുടെ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്, ആ ചെറുക്കൻ സന്തോഷവാനല്ല. ആ ചെറുക്കൻ വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ തല കുനിച്ചിട്ടായിരിക്കാം നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ പൈസയല്ലേ വാങ്ങിച്ചു പോയത്. അതിൻ്റെ പേരിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോട് ഇങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ ആ ചെറുക്കനെ എത്രമാത്രം കുറ്റപ്പെടുത്തുന്നുണ്ടാകും. നാട്ടുകാരോട് ഇത്രയും വിളിച്ച് സ്റ്റോറി ഇട്ടിട്ടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കൂടെ നിൽക്കുന്നവൻ്റെ അവസ്ഥ. നമ്മളാണെങ്കിൽ എന്താ വിചാരിക്കുക, ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ, ഇപ്പം നമ്മൾ ഭാര്യ വീട്ടിലേക്ക് കൊടുക്കുന്നതായാലും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കുന്നതായാലും നമ്മളൊരു ബന്ധത്തിലല്ലേ കൊടുക്കുന്നത്? അത് നാട്ടുകാരെ അറിയിക്കാനാണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിയിക്കാനാണോ? സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ലേ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ അശ്വിൻ എന്ന് പറയുന്നവൻ കല്യാണം കഴിച്ചതിന് ശേഷം ആ ഒരു വീട്ടിലേക്ക് ചിലപ്പോൾ ആ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ വലിയ വീട്ടിലെ പെണ്ണായതുകൊണ്ട് വന്ന് തീയെ സഹായിച്ചു. ആ സഹായമാണ് ഇന്ന് അവർക്ക് ഏറ്റവും വലിയൊരു ശാപമായി മാറിയത്. ആ അച്ഛനും അമ്മയും വളരെയധികം വിഷമിക്കുന്നുണ്ടാകും ഇന്നത്തെ ഒരു ദിവസം. കാരണം എന്താ വെച്ചാൽ നാട്ടുകാരൊക്കെ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് നടന്നത്. നാട്ടുകാർ ഇവരെ നോക്കിയിട്ട് ചിരിക്കും. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? നിങ്ങളുടെ മകനെ എന്തിനാണ് ആ അഹങ്കാരിയെ കൊണ്ട് കെട്ടിച്ചത്? ആ പൈസക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ മകനെ നിങ്ങൾ ഇത്രയും വലിയ ആ ഒരു അഹങ്കാരിയെ കൊണ്ട് കെട്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മയ്ക്കും ഒരു ഉത്തരവും ഉണ്ടാവില്ല. കാരണം അത്രത്തോളം മാനസിക വിഷമത്തിലൂടെയായിരിക്കും അവർ കടന്നുപോയിട്ടുണ്ടാവുക. അതിന് കാരണക്കാരി ആരാണ്? ദിയ എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെയാണ്. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അതായത് ഞാൻ അമ്മയെന്ന് വിളിക്കത്തില്ല എന്ന്. പല പ്രാവശ്യങ്ങളും ഇവർ അമ്മയെന്ന് വിളിച്ചതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഴയ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കാണാം. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് എത്ര വലിയ പരിഷ്കാരിയായാലും മറ്റേ ഈ ഇതായാലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭർത്താവിൻ്റെ വീട്ടിലൊന്നും പെൺപിള്ളേരെ കയറ്റരുത്, അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാരിങ്ങനെ തല കുനിഞ്ഞു പോവാറുണ്ട്. ഇപ്പോൾ ആ ചെറുക്കൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിച്ച് വരുത്തി വെച്ചതായിരിക്കാം. അവന് വാ തുറന്ന് പറയണം, എൻ്റെ വീട്ടിലേക്ക് നീ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു തരും, ഇവിടെ കിടന്ന് പറയണ്ടെന്ന്. അതായത് ഒരു മകനാണെങ്കിൽ അവൻ അതാണ് പറയേണ്ടത്. പക്ഷെ അവൻ അവിടെ പറഞ്ഞത് എന്താ? അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അച്ഛനും അമ്മയും കൊടുത്ത പൈസ അത് തിരിച്ചു തരില്ലേ എന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല. ഇതിൻ്റെയൊക്കെ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇത് നാട്ടുകാരെ അറിയിക്കാനും അതുപോലെ തന്നെ ആ കുടുംബം ഇത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഓർഡറുമാണ് ഇതിലൂടെ ദിയാകൃഷ്ണ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇപ്പോഴെനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നാട്ടുകാർക്കിട്ടുള്ള പണിയോ അല്ലെങ്കിൽ വീട്ടുകാർക്കിട്ടുള്ള പണിയോ ഒന്നുമല്ല. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അശ്വിൻ്റെ അച്ഛനും അമ്മയ്ക്കുമുള്ളൊരു പണിയാണ്. അതായത് നിങ്ങൾ വാങ്ങിച്ച പൈസ, നിങ്ങളെ ഞാൻ സഹായിച്ച ഈ ഹ്യൂജ് എമൗണ്ട് അത് നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ബുദ്ധിമാനായ
നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകളും ബിസിനസ്സുകാരിയുമായ ദിയ കൃഷ്ണ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. ആരാണ് തെറ്റുകാരി, എന്താണ് തെറ്റിൻ്റെ അർത്ഥം എന്നൊക്കെ മനസ്സിലായല്ലോ. അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കാനുള്ള ഒരു അടവായിട്ട് മാത്രമാണ് ഈ ഒരു വിവാദത്തെ കൊണ്ടെത്തിച്ചത്. ഇനിയിപ്പോൾ ഈ അച്ഛനും അമ്മയും എന്താ ചെയ്യാന്നറിയാം, മക്കളെ ലോൺ എടുത്തിട്ടായാലും ശരി ഓളെ പൈസ വീടണം, അല്ലെങ്കിൽ ഓളെ പൈസ വീടിയില്ലെങ്കിൽ നമ്മുടെ മകനവിടെ സമാധാനം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എൻ്റെ പൊന്നു മക്കളെ ഒരു കാര്യവും കൂടിയുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും സ്ഥലം വിറ്റിട്ടായാലും ശരി അവളുടെ കടം വീടണം എന്നുള്ളൊരു മനസ്സ് അച്ഛനും അമ്മയ്ക്കും വരും. ഇന്ന് മുതൽ അച്ഛനും അമ്മയ്ക്കും ഉറക്കുണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു മകന് നല്ല രീതിയിൽ ആ മകനെ പഠിപ്പിച്ചു, അതിന് ജോലി വാങ്ങിച്ചു കൊടുത്തു, വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അവൻ ഇന്നിപ്പോഴും ഉറക്കില്ലാത്ത രാത്രികളിൽ അവൻ്റെ അച്ഛനെയും അമ്മയെയും ഇത്രയും മാത്രം പൊതുജനങ്ങളുടെ മുന്നിൽ കളിയാക്കാൻ ഇട്ടുകൊടുത്ത ആ മകൻ എങ്ങനെയാണ് സമാധാനത്തിൽ കിടന്നുറങ്ങുക? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ഇവരിത് പറയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ കൃത്യമായിട്ടും ഒരു അഹങ്കാരി തന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണകുമാർ ആയാലും മക്കളായാലും കൃഷ്ണകുമാറിനോട് വീണ്ടും വീണ്ടും പറയുകയാണ്, മക്കളെ നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേ. അതായത് പണ്ടത്തെ കാലമല്ല, ഇപ്പോഴത്തെ കാലമാണ്. ഇതൊക്കെ ശരിയാണല്ലോ. മറ്റുള്ളവൻ്റെ വളരെ മോശമായ രീതിയിൽ അവൻ്റെ കയ്യിൽ കുറച്ച് 1-2 രൂപ കുറവുണ്ടാകാം. കൃഷ്ണകുമാറിൻ്റെ അത്ര വലിയ പണക്കാരോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല അവർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ വേണോ ആ പാവങ്ങളെ നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ വന്നോട്ടെ. നന്ദി, നമസ്കാരം.